ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലുള്ള റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് 1/3 മൈനസ് റൂട്ട് 8 മൈനസ് 1/√8 മൈനസ് റൂട്ട് 7 പ്ലസ് 1/√7 മൈനസ് റൂട്ട് 6 മൈനസ് 1/√6 മൈനസ് റൂട്ട് 5 പ്ലസ് 1/√5 മൈനസ് 2 ഈക്വൽ ടു 5 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നായി എടുത്തിട്ട് റാഷണലൈസ് ചെയ്യാം. അതായത് 3 മൈനസ് റൂട്ട് 8 1/3 മൈനസ് റൂട്ട് 8 ഇതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി 3 പ്ലസ് റൂട്ട് 8 ഡിവൈഡ് ബൈ 3 പ്ലസ് റൂട്ട് 8. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3 പ്ലസ് റൂട്ട് 8 ഡിവൈഡ് ബൈ ഇത് 3 സ്ക്വയർ മൈനസ് റൂട്ട് 8 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, റൂട്ട് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ നമുക്കിത് 3 പ്ലസ് റൂട്ട് 8 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് 1/√8 മൈനസ് റൂട്ട് 7 ഇതിനെ റാഷണലൈസ് ചെയ്യാം. ഡിവൈഡ് ബൈ റൂട്ട് 8 പ്ലസ് റൂട്ട് 7. അപ്പോൾ നമുക്ക് റൂട്ട് 8 പ്ലസ് റൂട്ട് 7 ഡിവൈഡ് ബൈ റൂട്ട് 8 സ്ക്വയർ 8 മൈനസ് 7. അപ്പോൾ ഇത് നമുക്ക് റൂട്ട് 8 പ്ലസ് റൂട്ട് 7 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് 1/√7 മൈനസ് റൂട്ട് 6 ഇൻറ്റു റൂട്ട് 7 പ്ലസ് റൂട്ട് 6 ഡിവൈഡ് ബൈ റൂട്ട് 7 പ്ലസ് റൂട്ട് 6. അപ്പോൾ ഇതും നമുക്ക് എന്താണ് കിട്ടുക? റൂട്ട് 7 പ്ലസ് റൂട്ട് 6 ഡിവൈഡ് ബൈ 7 മൈനസ് 6 എന്ന് വരും. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഐഡന്റിറ്റി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ റൂട്ട് 7 പ്ലസ് റൂട്ട് 6 എന്ന് കിട്ടി. ഇനി അടുത്തത് 1/√6 മൈനസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 6 പ്ലസ് റൂട്ട് 5 ഡിവൈഡ് ബൈ റൂട്ട് 6 പ്ലസ് റൂട്ട് 5 is equal to root 6 plus root 5 divided by 6 minus 5, that is equal to root 6 plus root 5. ഇനി അടുത്തത് 1/√5 minus 2 into root 5 plus 2 divided by root 5 plus 2. അപ്പോൾ ഇത് root 5 plus 2 divided by 5 minus 4 വരും. അപ്പോൾ root 5 plus 2 എന്ന് വന്നു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അതായത് 3 പ്ലസ് റൂട്ട് 8 ഇത് മൈനസിൽ വരും. അപ്പോൾ മൈനസ് റൂട്ട് 8 മൈനസ് റൂട്ട് 7 വരും. അപ്പോൾ എല്ലാം കൂടി ഇതാക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. 3 പ്ലസ് റൂട്ട് 8 ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് മൈനസ് റൂട്ട് 8 മൈനസ് റൂട്ട് 7. അടുത്തത് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് റൂട്ട് 7 പ്ലസ് റൂട്ട് 6 ഇത് മൈനസിലാണുള്ളത്. അപ്പോൾ മൈനസ് റൂട്ട് 6 മൈനസ് റൂട്ട് 5 ഇത് പ്ലസ്സിലാണുള്ളത്. റൂട്ട് 5 പ്ലസ് 2. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ആയിട്ട് 3 പ്ലസ് 2 വരും. 3 പ്ലസ് 2 ഈക്വൽ ടു 5. അപ്പോൾ അടുത്തത് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് റൂട്ട് 15 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ളത് 4 മൈനസ് റൂട്ട് 15 തന്നിട്ടുണ്ട്. അപ്പോൾ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 മൈനസ് റൂട്ട് 15 എടുക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യുക. റാഷണലൈസ് ചെയ്യുമ്പോൾ 4 പ്ലസ് റൂട്ട് 15 ഡിവൈഡ് ബൈ 4 പ്ലസ് റൂട്ട് 15. അപ്പോൾ ന്യൂമറേറ്ററിൽ 4 പ്ലസ് റൂട്ട് 15 വരും. ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 16 മൈനസ് റൂട്ട് 15 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 15. അപ്പോൾ 4 പ്ലസ് റൂട്ട് 15 വന്നു. ഇനി നമുക്ക് എക്സ് പ്ലസ് 1/x എക്സ് പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ എക്സ് 4 മൈനസ് റൂട്ട് 15 പ്ലസ് 1/x എന്ന് പറയുന്നത് 4 പ്ലസ് റൂട്ട് 15. ഇതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ സ്ക്വയറിൽ കൊടുക്കുക. സ്ക്വയർ കൊടുക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി പോയി. 4 പ്ലസ് 4 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. ഇതിന്റെ ആൻസർ 64. അപ്പോൾ അടുത്തത് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് 1/√5 മൈനസ് 1 ആൻഡ് വൈ ഈക്വൽ ടു റൂട്ട് 5 മൈനസ് 1/√5 പ്ലസ് 1 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം എക്സിനെ റാഷണലൈസ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 5 മൈനസ് 1 ഇൻറ്റു റൂട്ട് 5 പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 5 പ്ലസ് 1. അപ്പോൾ ന്യൂമറേറ്റർ എന്തായി? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. റൂട്ട് 5 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഡിനോമിനേറ്റർ ആണെങ്കിൽ 5 മൈനസ് 1 എന്ന് വരും. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് റൂട്ട് 5 പ്ലസ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ എഴുതാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് വന്നു.
ഇനി അടുത്തത് y. y എന്ന് പറയുന്നത് √5 മൈനസ് 1 ബൈ √5 പ്ലസ് 1 ഇൻറ്റു √5 മൈനസ് 1 ബൈ √5 പ്ലസ് 1 സോറി മൈനസ് 1. അപ്പോൾ ഇതിൽ √5 മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5 മൈനസ് 1. അപ്പോൾ 5 മൈനസ് 2 √5 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 എന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 2xy ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതിന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹോൾ സ്ക്വയർ മൈനസ് 2xy ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ നമുക്ക് എക്സും വൈയും കൂടി ആഡ് ചെയ്യാം. 5 പ്ലസ് 2 √5 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 പ്ലസ് 5 മൈനസ് 2 √5 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 ഇതിന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് വൈ. എക്സ് എന്ന് പറയുന്നത് എന്താണ് √5 പ്ലസ് 1 ഡിവൈഡ് ബൈ √5 മൈനസ് 1 ഇൻറ്റു വൈ എന്ന് പറയുന്നത് √5 മൈനസ് 1 ബൈ √5 പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്താവും, ഇത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ -2 മാത്രം വരും. ഇതിൽ രണ്ടിലും നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് 2 √5 മൈനസ് 2 √5 ക്യാൻസൽ ആയി. 5 പ്ലസ് 1 6, 6 പ്ലസ് 6 12, 12 ബൈ 4 ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 12 ബൈ 4 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 2. അപ്പം 9 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇതിൻ്റെ ആൻസർ 7. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.